ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ 24,386 ഓപ്പൺ ചെയ്ത് 24,419 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീട് അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ട് വന്ന് സൈഡ് വൈസ് ആയി നീങ്ങുമായിരുന്നു. ഒടുവിൽ 24,367 ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും 250 പോയിന്റ് മുകളിൽ ഏകദേശം 1.04% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തതെങ്കിലും ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസിലും താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഇപ്പോഴും ആ ഒരു ഭയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ക്രാഷിനെ മാർക്കറ്റ് ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. എക്സ്ട്രീം ഫിയർ സോണിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ഉള്ളത്. അത് ഈവൻ ഫിയർ സോണിലെ പോലെ എത്തിയിട്ടില്ല. എക്സ്ട്രീം ഫിയർ സോണിൽ നിന്ന് ഫിയർ സോണിലേക്ക് വന്നാലെങ്കിലും നമുക്ക് പറയാം അത് അടുത്ത് തന്നെ ഒരു ഗ്രീഡി സോണിലേക്ക് വരുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു എക്സ്ട്രീം ഫിയറിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ Q1 റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ച 4 PSU സ്റ്റോക്കുകളുടെ റിസൾട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് കമ്പനി നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു സെൻസേഷൻ സൃഷ്ടിച്ച ഒരു സ്റ്റോക്കായിരുന്നു. ആ സ്റ്റോക്കിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 59.8% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 65% വർധനവും കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇയർ ഓൺ ഇയർ റിസൾട്ടാണ് സ്റ്റോക്ക് നൽകിയത്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല റിസൾട്ട് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 42.1% ഡീ ഗ്രോത്ത് ആണ് സെയിൽസിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ പ്രോഫിറ്റിലാണെങ്കിൽ 31.7% ഡീ ഗ്രോത്ത് ആണ് പ്രോഫിറ്റിലുണ്ടായിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും ഇന്ന് മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട് മോശമായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം ഉണ്ടായത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 70.8% ആണ്. അപ്പോൾ അത് ഇൻഡസ്ട്രി PE ആയിട്ടുള്ള 80.5 താഴെയാണ്. അപ്പോൾ വലിയ തോതിൽ ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ടില്ല. കൂടാതെ ഇതിൻ്റെ ഏർണിങ്സ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 2023 12.71 എന്ന ഒരു ഏർണിങ്സ് പെർ ഷെയർ ആണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ 2024 അത് വലിയൊരു ജമ്പിലൂടെ 30.91 എന്ന പെർസെൻറ്റേജാണ് കാണാൻ കഴിയുക. ഇനി ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ നോക്കുകയാണെങ്കിൽ 33.62 എന്ന പെർസെൻറ്റേജാണ് നമുക്ക് കാണുക. അപ്പോൾ ഇതിൻ്റെ ഏർണിങ്സ് പെർ ഷെയറിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മൾ ഓരോ വർഷവും കൂടിക്കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിലെ ഒരു പോസിറ്റീവായിട്ടുള്ള മൂവിനുള്ള കാരണം. കൂടാതെ ഇതിൻ്റെ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ സെയിൽ CAGR ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 68%. പ്രോഫിറ്റ് CAGR നോക്കുകയാണെങ്കിൽ അത് 155%. അപ്പോൾ അതും ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ ഫ്യൂച്ചർ ഗ്രോത്ത് ഈ സ്റ്റോക്കിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഡാറ്റകൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതൊരു ലോങ് ടേമിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ ഒരു വലിയ കടമൊക്കെ ഉണ്ടോ എന്ന് വേണമെങ്കിൽ പരിശോധിച്ചാൽ ഡെറ്റ് ടു ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 0.10% മാത്രമാണ്. അപ്പോൾ അവിടെയും യാതൊരുവിധ ത്രെട്ടും ഈ കമ്പനിയിലില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ആയിട്ടുള്ള ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയുടെ ഓർഡർ ബുക്ക് FY24 Q3 വരെയുള്ള ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ അത് 21,500 കോടിയാണ്. 21,500 കോടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2023-24 സെയിൽസ് 3,645 എന്ന ഒരു ഫിഗറാണ് കാണാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ സെയിൽസ് റവന്യൂവിൻ്റെ എത്രയോ മടങ്ങാണ് അതിൻ്റെ ഓർഡർ ബുക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബിയറിഷ് ആയിരിക്കാം. എന്നാൽ ലോങ് ടേമിൽ ധൈര്യം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് കാണാൻ കഴിയുന്നത്. കാരണം ലോങ് ടേമിൽ ഇത് ബുള്ളിഷ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി രണ്ടാമത്തെ സ്റ്റോക്കായിട്ടുള്ള ഇർക്കോൺ ഇന്റർനാഷണൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 17.2% ഡൗൺ ആണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 19.6% വർധനവും കാണാൻ കഴിയുന്നുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ -39.6% ആണ്. അവിടെയും ഡീ ഗ്രോത്ത് ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ -9.17% ഡീ ഗ്രോത്ത് ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ടുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അത്ര മോശമല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് റിസൾട്ടാണ് ഇർക്കോൺ ഇന്റർനാഷണൽ പുറത്തുവിട്ടുള്ളത്. സെയിൽസിൽ തീർച്ചയായിട്ടും -17% എന്ന് പറയുന്ന ഇയർ ഓൺ ഇയർ ഡീ ഗ്രോത്ത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ ഒരു PE റേഷ്യോ 25.8 ഇൻഡസ്ട്രി PE 25 ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ PE റേഷ്യോ. അപ്പോൾ അത് ഈ സ്റ്റോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഏർണിങ്സ് പെർ ഷെയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 8.14% ആയിരുന്നു 2023. അത് 9.88 ആയിട്ട് 2024 വർദ്ധിച്ചിട്ടുണ്ട്. ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ നോക്കുകയാണെങ്കിൽ 10.27 ആയിട്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ നേരിയ ഒരു വർധനമാണ് ഓരോ വർഷവും രേഖപ്പെടുത്തുന്നതെങ്കിലും അത് പോസിറ്റീവായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ഗ്രോത്ത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിപ്പോൾ നമ്മൾ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ സെയിൽസ് നോക്കിയാൽ 7% മാത്രമാണ് നമുക്ക് അതിൻ്റെ CAGR ഗ്രോത്ത് കാണാൻ കഴിയുക.
അതുപോലെ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും 20% ഒരു CAGR ഗ്രോത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 0.44 ആണ്, അതായത് 0.5 താഴെയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്കുള്ള നേരിയ കടം പോലും യാതൊരുവിധ അപകടവും ഉണ്ടാക്കുന്നില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ കമ്പനിയുടെ ഒരു ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ Q1 FY24 അത് 32,500 കോടിയാണ്. അപ്പോൾ 2023-24 ഇവരുടെ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് 12,514 അപ്പോൾ 12,514 കോടിയേക്കാൾ ഏകദേശം 3 മടങ്ങോളം അധികമാണ് ഇതിൻ്റെ ഓർഡർ ബുക്ക്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നല്ല റിസൾട്ട് തന്നെയാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റോക്കും ഷോർട്ട് ടേമിൽ ബെയറിഷ് ആയിരിക്കാം, പക്ഷേ ലോങ് ടേമിൽ ഈ സ്റ്റോക്കും ബുള്ളിഷ് ആണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഇർക്കോൺ ഇൻ്റർനാഷണൽ. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് ആണെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് ആണ്. റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 33.6% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 13.7% വർധനവും കാണാൻ കഴിയും. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ -0.59% നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും -21.9% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 3 സ്റ്റോക്കുകളിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മോശം പ്രകടനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇയർ ഓൺ ഇയറിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചതായിട്ടും കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 64 ആണ്, ഇൻഡസ്ട്രി PE 82 ആണ്. ഇവിടെയും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം ഇതിൻ്റെ PE റേഷ്യോ അത്ര ഓവറായിട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ സെയിൽസ് CAGR ഗ്രോത്ത് 41% ആണ്. ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 44% ആണ്. കൂടാതെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അത് 0.04 ആണ്. അപ്പോൾ ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ലോങ് ടേം ബെറ്റിന് പറ്റിയ ഒരു സ്റ്റോക്കാണ് ഗാർഡൻ റീച്ച്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സേഫായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. കൂടാതെ ഇതിൻ്റെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ 23,592 കോടിയുടെ ഓർഡർ ബുക്കാണ് Q3 FY24 നമുക്ക് കാണാൻ കഴിയുന്നത്. 2023-24 സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് 3,593 ആണ്. അപ്പോൾ 3,593 കോടിയേക്കാൾ എത്ര ഉയരത്തിൽ 23,000 കോടിയുടെ ഓർഡർ ബുക്കുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് ലോങ് ടേമിൽ തീർച്ചയായും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം ബുള്ളിഷായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഒക്കെ ചിലപ്പോൾ ഇത് ബിയറിഷ് ആയിരിക്കാം. അത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഈ സ്റ്റോക്കുകളൊക്കെ അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലോ ഓർഡർ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ഇത് വൻതോതിൽ മുന്നേറിയിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ സെൻറ്റിമെൻറ്റ്സ് ബിയറിഷ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളിൽ നിന്ന് വിറ്റൊഴിയാണ് സാധ്യത. പക്ഷേ ഇതിൻ്റെ ഏർണിങ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ് ഇത്തരം സ്റ്റോക്കുകൾ. ഇനി അടുത്ത സ്റ്റോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള RVNL എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമുക്കറിയാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത്രയധികം ഭ്രാന്ത് പിടിപ്പിച്ച ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ആളുകൾ IPEയിൽ വാങ്ങിക്കൂട്ടിയ സ്റ്റോക്കായിരുന്നു RVNL. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് -25% ഇടിവാണ്. അതുപോലെ പ്രോഫിറ്റിൽ -34% ഇടിവാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് ആണെങ്കിലും -39% ഇടിവാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 49% ഇടിവാണ്. അപ്പോൾ ഇത് വളരെ മോശമായിട്ടുള്ള റിസൾട്ടാണ് RVNL മുന്നോട്ട് വെച്ചില്ല. അതിൻ്റെ ശിക്ഷയാണ് മാർക്കറ്റിൽ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം നല്ല തോതിൽ അത് ഡൗൺ ആയിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 80.2 ആണ്, ഇൻഡസ്ട്രി PE 25 മാത്രമാണ്. അപ്പോൾ എത്രമാത്രം ഓവർ വാല്യൂഡ് ആണ് ഈ സ്റ്റോക്ക് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. കാരണം ഇതിൻ്റെ ഏർണിങ്സ് അത്രമാത്രം വരുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൽ പക്ഷേ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓർഡറുകളുടെ ഫുൾഫിൽമെൻറ്റിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പ്രോഫിറ്റാണ് ആളുകൾ ഇപ്പോഴേ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് IPEയിൽ ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുന്നത്. ഇപ്പോൾ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ -3% ഡൗൺ ആണ്. ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ പ്രോഫിറ്റ് CAGR നോക്കുകയാണെങ്കിൽ 2% മാത്രമേ ഉള്ളൂ. ഇനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് ഈ ഞാൻ മുകളിൽ പറഞ്ഞ മറ്റ് 3 സ്റ്റോക്കുകൾ അപേക്ഷിച്ച് കൂടുതലാണ്. 0.77 ആണ്. 0.5 മുകളിലുള്ള ഒക്കെ നമ്മൾ കുറച്ചൊരു കടമുള്ള കമ്പനിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ നെഗറ്റിവിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടെങ്കിലും ഈ സ്റ്റോക്ക് ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രിയപ്പെട്ടതാകുന്നതിൻ്റെ കാരണമുണ്ട്. ആ കാരണം അതിൻ്റെ ഓർഡർ ബുക്കാണ്. കാരണം ഈ മുകളിൽ പറഞ്ഞ 3 സ്റ്റോക്കുകൾ അപേക്ഷിച്ച് ഏറ്റവും അധികം ഓർഡർ ബുക്കുള്ള സ്റ്റോക്കാണ് RVNL. 65,000 കോടിയുടെ ഓർഡർ ബുക്കാണ് Q3 FY24 നമുക്ക് കാണാൻ കഴിയുന്നത്. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയുമാണ്. ഈ കമ്പനിയുടെ 2023-24 ഒരു സെയിൽസ് റവന്യൂ നോക്കുകയാണെങ്കിൽ 21,000 കോടിയാണ്. അപ്പോൾ അതിനേക്കാളും 3 ഇരട്ടിയോളം അധികമാണ് ഇതിൻ്റെ ഓർഡർ ബുക്ക്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്ത് തീർച്ചയായും ഒരു മൾട്ടിഫോൾഡ് ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ അത് ലോങ് ടേമിലായിരിക്കും. കാരണം ആ ഒരു ഗ്രോത്തിന് എത്ര PE ആണോ ഇപ്പോൾ കൊടുക്കേണ്ടത് അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഗ്രോത്തിൻ്റെ റിസൾട്ട് ഇനി വരണമെങ്കിൽ 1 വർഷമോ 2 വർഷമോ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇപ്പോൾ ആ PE റേഷ്യോ ന്യായീകരിക്കുന്ന ഒരു
മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞ 4 സ്റ്റോക്കുകളുടെ അവസ്ഥ. ഇപ്പോൾ RVNL തീർച്ചയായും ബുള്ളിഷാണ് ലോങ് ടേമിൽ, പക്ഷേ ഷോർട്ട് ടേമിൽ തീർച്ചയായും അത് ബിയറിഷ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 4 സ്റ്റോക്കുകളുടെ റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഈ സ്റ്റോക്കുകൾ കാണുകയും ഒരു ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്യുകയും ഇനി ഇതിൻ്റെ സപ്പോർട്ട് ലെവലിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ആ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ആവറേജ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ തന്നെയാണ് ഈ 4 സ്റ്റോക്കുകളും. പക്ഷേ അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ മാത്രം ആവറേജ് ചെയ്യുക. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു PE റേഷ്യോയിലേക്ക് ഈ സ്റ്റോക്ക് വരുമ്പോൾ മാത്രം ഇതിൽ ഫ്രഷ് ബൈയിങ് നടത്തുക. ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുകളുമായിട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.